ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ ബാക്കിയാണ്. അതായത് 7ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ടുവേർഡ്സ് എ 100-fold yield. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ കുറച്ച് കാര്യമായിരുന്നു പറഞ്ഞത്. അതായത് സീഡ് അല്ലേ, വിത്ത്, ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള വിത്ത് എങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു നല്ല ഈൽഡ് തരുന്ന ചെടിയുടെ വിത്തായിരിക്കണം. അതായത് നല്ല കായ്ഫലം ഉണ്ടാകുന്ന ചെടിയുടെ വിത്ത് എടുത്താൽ നമുക്കിനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെടിയും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും. അതേപോലെ തന്നെ പറഞ്ഞത് എന്തായിരുന്നു? മിഡ് സ്പാനിലുള്ള ഒരു ചെടിയുടെ മിഡ് സ്പാനിൽ ഉണ്ടാവുന്ന ഫ്രൂട്ടിൻ്റെ വിത്തായിരിക്കണം നമ്മൾ എടുക്കുന്നത്. അതേപോലെ ഡിസീസ് ഫ്രീ ആയിരിക്കണം. പിന്നെന്താണ്, ഈ അസുഖബാധിതയൊന്നും ഇല്ലാത്ത ചെടിയുടെ വിത്തായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ 3 കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. അതേപോലെ തന്നെ കുറേ വിത്തുകൾ തരുന്ന കായ്കളുണ്ട്. അതായത് എന്താണ്, ലേഡീസ് ഫിംഗർ, അതേപോലെ തന്നെ പീയൊക്കെ, പയറൊക്കെ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എങ്ങനെയായിരുന്നു സെലക്ട് ചെയ്യാൻ പറഞ്ഞത്? വെയിറ്റ് നോക്കിയിട്ട്, സൈസ് നോക്കിയിട്ട്, അതേപോലെ തന്നെ ഷേപ്പൊക്കെ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ന്യൂ പ്ലാന്റ്സ് ഫോംഡ് ഓൺലി ഫ്രം സീഡ്സ്. ഈ സീഡ്സിൽ നിന്ന് മാത്രമാണോ ഈ ചെടികളൊക്കെ ഉണ്ടാവുന്നത്? ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. ഫ്രം വിച്ച് പാർട്ട് ഓഫ് ദീസ് പ്ലാന്റ്സ് ഡു സാപ്ലിംഗ് ഫോം. അതായത് താഴെ തന്നിരിക്കുന്ന ഈ ചിത്രങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് ഈ ചെടികളൊക്കെ എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്? വിത്തിൽ നിന്ന് തന്നെയാണോ ഈ ചെടികളൊക്കെ, ഈ താഴെ തന്നിരിക്കുന്ന ഈ 4 ചെടികളും ഉണ്ടാവുന്നതെന്ന് നമ്മളോടൊന്ന് നിരീക്ഷിക്കാനാണ് പറഞ്ഞത്. ഏതൊക്കെ ചെടികളാണ് അവിടെ തന്നിരിക്കുന്നത് നോക്കിക്കേ. കറി ലീഫ് പ്ലാന്റ്. ലീഫ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറിവേപ്പില. കറിവേപ്പിലിൻ്റെ ചെടിയുണ്ട്. അതേപോലെ ജിഞ്ചർ പ്ലാന്റ്, ഇഞ്ചി. പിന്നെ ബ്രയോഫൈലം, ഇലമുളച്ചി. പിന്നെ പെപ്പർ പ്ലാന്റ്. പെപ്പർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കുരുമുളക് ചെടിയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉണ്ടാവുന്നത് വിത്തിൽ നിന്നാണോ? ആണോ? കറി ലീഫ് പ്ലാന്റ്, അതായത് കറിവേപ്പിലിൻ്റെ ചെടിയൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റൂട്ട് പൊട്ടി മുളിച്ചിട്ടാണ്. അതായത് വേരിൽ നിന്നാണ് ഈ കറിവേപ്പിലിൻ്റെ ചെടി ഉണ്ടാവുന്നത്. കറിവേപ്പിലിൻ്റെ വേര് പൊട്ടി ഇങ്ങനെ മുളിച്ചിട്ടാണ് ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ തൈകൾ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ ഇതാ റൂട്ട്. പിന്നെ ജിഞ്ചർ പ്ലാന്റ്, ഇഞ്ചി ആണെങ്കിലോ, ഇഞ്ചി ഉണ്ടാവുന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. ഇഞ്ചി ഉണ്ടാവുന്ന അതെന്ന് പറയുന്നത് എന്താണ്? അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിനെ കുറിച്ച്. പിന്നെ ബ്രയോഫൈലം ഇലമുളച്ചി. ആ പേര് പോലെ തന്നെ ഇലയിൽ നിന്ന് പൊട്ടിമുളയ്ക്കലാണ് ഇലമുളച്ചി കേട്ടോ, ലീഫ്. പിന്നെ പെപ്പർ പ്ലാന്റ് നമ്മൾ കുഴിച്ചിരുന്നത് അതിൻ്റെ സ്റ്റെമ്മ് മുറിച്ചിട്ടാണ്, അതായത് തണ്ട് മുറിച്ചിട്ടാണ് നമ്മൾ കുഴിച്ചിരുന്നത്. വീട്ടിലൊക്കെ ഇങ്ങനെ പാരൻസൊക്കെ കുഴിച്ചിരുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ നമ്മളുടെ കുരുമുളക് ചെടീൻ്റെ തണ്ട് മുറിച്ചാണ് കുഴിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഇതോരോന്നായിട്ട് എഴുതി വെക്കുക. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, വിത്തിൽ നിന്ന് മാത്രമല്ല, അതായത് സീഡിൽ നിന്ന് മാത്രമല്ല പുതിയ ചെടികൾ ഉണ്ടാവുന്നത്. പിന്നെ എന്തിൽ നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ട്? സ്റ്റെമ്മിൽ നിന്ന്, പിന്നെ റൂട്ടിൽ നിന്ന്, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്ന്, പിന്നെ അതേപോലെ തന്നെ എന്താണ്, ലീഫിൽ നിന്നൊക്കെ എന്തുണ്ടാവുന്നുണ്ട്? പുതിയ ചെടികൾ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ മുകളിൽ പറഞ്ഞത്. ഈ 2 രീതികൾക്കും നമ്മൾ ഒരു പേര് പറയാറുണ്ട്. അതായത് സീഡിൽ നിന്നുണ്ടാവുന്ന ചെടികളെ നമ്മൾ പറയുന്ന പേരാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന്. ഇനി നമ്മൾ പറഞ്ഞു, റൂട്ടിൽ നിന്ന്, സ്റ്റെമ്മിൽ നിന്ന്, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്ന്, ലീഫിൽ നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, അതേപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന്. സംഭവം സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് ആ ഒരു ബോക്സിൽ കൊടുത്തത്. The process of production of new sapling from the vegetative part of plant like root, stem, leaf and underground stem is called vegetative propagation. ഇവിടെ ന്യൂ സാപ്ലിങ്സ് എന്ന് പറഞ്ഞാൽ തൈകൾ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനത്തെ ചില വേർഡ്സുകൾ ഓർത്ത് വെക്കുക. സാപ്ലിങ്സ് പറഞ്ഞാൽ പുതിയ തൈകൾ. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? നമ്മൾ പിന്നെ പ്ലാന്റ്സിൻ്റെ ചില കായിക ഭാഗങ്ങളിൽ നിന്ന്, അതായത് വേര്, തണ്ട്, അതേപോലെ ലീഫ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നൊക്കെ പുതിയ ചെടികൾ, പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഒരു രീതിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇതൊരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് നോക്കാം. സീഡ്സ് ആർ ഫോംഡ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സീഡ്ലിങ്സ് ആർ ജെർമിനേറ്റഡ് ഫ്രം സീഡ്സ് ടു. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, ഈ വിത്തിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയും. ഇവിടെ സീഡ്ലിംഗ് എന്ന് പറഞ്ഞാലും എന്താണ്? തൈകൾ എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്, വിത്തിൽ നിന്നുണ്ടാകുന്ന തൈകൾ. ഓക്കെ, അപ്പോൾ ഇവിടെ
വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും അതേപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എക്സാമിനൊക്കെ പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാണ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ തൈ ചെടികളൊക്കെ ഒന്നുകിൽ സ്റ്റെമ്മിൽ നിന്നോ റൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ ലീഫിൽ നിന്നോ പിന്നെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നോ ആണ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന്. അതിൻ്റെ കുറേ എക്സാമ്പിളാണ് മുകളിൽ പറഞ്ഞത്. കറി ലീഫ്, അതേപോലെ ബ്രയോഫൈലം, പിന്നെ പെപ്പർ പ്ലാന്റ്, ഇതൊക്കെ. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സീഡിൽ നിന്നാണ് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾ നമ്മൾ താഴത്തെ ഈ ഒരു ടേബിളിൽ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ 2 കോളുണ്ട്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും അതേപോലെ സെക്ഷൽ റീപ്രൊഡക്ഷനും. അപ്പോൾ ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ ആദ്യം നമുക്ക് റൂട്ടിൽ നിന്ന് ഏതൊക്കെ ചെടികളാണ് ഉണ്ടായി വരുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, റൂട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ബ്രെഡ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ചീമപ്ലാവ്. പിന്നെ കറി ലീവ്സ് കറിവേപ്പില, നീം ആര്യവേപ്പ്. ഇനി സ്റ്റെമ്മിൽ മുരിങ്ങ, പിന്നെ ടാപ്പിയോക്ക, കപ്പ, ഷുഗർ കെയിൻ, കരിമ്പ്, പിന്നെ റോസ് നമുക്കറിയാം. റോസ് ചെടിയൊക്കെ നമ്മൾ തണ്ട് വെട്ടിയിട്ട് നമ്മൾ കുഴിച്ചിട്ടാൽ വേറെ ചെടിയായിട്ട് വരും. അതേപോലെ തന്നെയാണ് ഷുഗർ കെയിൻ കരിമ്പൊക്കെ വേറെ നമ്മൾ ആ ഒരു തണ്ട് മുറിച്ച് വേറെ കുഴിച്ചിട്ടാൽ പുതുതായിട്ട് വരും. കപ്പയൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. പിന്നെ ലീഫിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെടികളാണ്. ഇനി നോക്കിക്കേ, ഒന്നാമത്തത് ബ്രയോഫൈലം എന്ന് പറഞ്ഞാൽ ഇലമുളച്ചിയാണ്. പിന്നെ ബെഗോണിയ എന്ന് പറഞ്ഞാൽ ഒരു പൂവൊക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. പിന്നെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ വരുന്നതാണ് ഡയോസ്കോറിയ എന്ന് പറഞ്ഞാൽ കാച്ചിൽ. പിന്നെ ജിഞ്ചർ ഇഞ്ചി, കൊളക്കേഷ്യ എന്ന് പറഞ്ഞാൽ ചേമ്പ്. പിന്നെ എലിഫന്റിയ ചേന. ഇതൊക്കെ എന്താണ്? അതിൻ്റെ ഭൂകാണ്ഡം അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ് ആണ് മാറ്റി കുഴിച്ചിട്ടാൽ ഉണ്ടാവുന്നത്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ, അതായത് വിത്തിൽ നിന്നുണ്ടാവുന്ന ചെടികളാണ് ഇവിടെ പറയുന്നത്. അതായത് വിത്തിൽ നിന്നുണ്ടാവുന്ന തൈകൾ ഏതൊക്കെയാണ്? കോക്കനട്ട്, നമുക്കറിയാം, തേങ്ങ മുളപ്പിച്ചാണ് നമ്മൾ പുതിയ തെങ്ങുകളൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ മാംഗോ ട്രീ, മാങ്ങ അല്ലേ. പിന്നെ അതേപോലെ അരക്കനറ്റ് ട്രീ എന്ന് പറഞ്ഞാൽ കവുങ്ങ്. പിന്നെ കുറേ പച്ചക്കറികളുണ്ട്. നിങ്ങളെ വീട്ടിലൊക്കെ പച്ചക്കറികൾ നടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് കൃഷിഭവനിൽ നിന്നൊക്കെ എന്ത് കിട്ടും? ഓരോരോ പാക്കറ്റ് വിത്തുകൾ കിട്ടൂലേ? അപ്പോൾ വിത്തിൽ നിന്നാണല്ലോ ഈ ചെടികളൊക്കെ, ഈ പുതിയ തൈകളൊക്കെ ഉണ്ടാവുന്നത്. ചീര അതായത് അമരാന്തസ് എന്ന് പറയും. അതേപോലെ ബ്രിഞ്ചാൾ, ലേഡീസ് ഫിംഗർ, പീ പയർ, ഇതൊക്കെ എന്താണ്? വിത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാം. ഇവിടെ ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. മുരിങ്ങ രണ്ടിലും വരുന്നുണ്ട്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലും സെക്ഷൽ റീപ്രൊഡക്ഷനിലും വരുന്നുണ്ട്. അതായത് മുരിങ്ങേൻ്റെ വിത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ മുരിങ്ങേൻ്റെ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ മുരിങ്ങേൻ്റെ തണ്ട് മുറിച്ച് മാറ്റി കുഴിച്ചിട്ടാൽ നമുക്ക് വേറെ മുരിങ്ങേൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേതെങ്കിലും ചെടികളുണ്ടോ? രണ്ടിലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന, സെക്ഷൽ റീപ്രൊഡക്ഷനിലും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിലും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ചെടികളുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, ചീമക്കൊന്ന. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? മുരിങ്ങ, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ കറിവേപ്പില നമുക്ക് വിത്ത് ഉപയോഗിച്ചിട്ടും പുതിയ കറിവേപ്പിലിൻ്റെ ചെടി ഉണ്ടാക്കാം. അതേപോലെ തന്നെ അതിൻ്റെ വേരിൽ നിന്നും പുതിയ കറിവേപ്പില ചെടി ഉണ്ടാക്കാം. പിന്നെ മുരിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഈ മുഴലിനൊക്കെ കൊടുക്കുന്ന ഒരു ചെടിയാണ്. ഇതും അതേപോലെ തന്നെയാണ്. അതായത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിലും പെടും, സെക്ഷൽ റീപ്രൊഡക്ഷനിലും വരുന്നതാണ്. പിന്നെ ചൈന റോസ്. അപ്പോൾ ഇത്ര എക്സാമ്പിളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ അതിൻ്റെ താഴെ കൊടുത്തതാണ് സെലക്ഷൻ ഓഫ് പ്രോപ്പർ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ് സെലക്ഷൻ ഓഫ് ഗുഡ് ക്വാളിറ്റി സീഡ് ഫോർ കൾട്ടിവേഷൻ. നമ്മളിവിടെ പറഞ്ഞു നല്ല ക്വാളിറ്റി ഉള്ള സീഡ് എടുക്കണമെന്ന്. വെറും ക്വാളിറ്റി ഉള്ള സീഡ് മാത്രമായ പോരാ, നമ്മൾ എടുക്കുന്ന പ്ലാന്റിംഗ് മെറ്റീരിയലും എന്തായിരിക്കണം? നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. കെയർ ഷുഡ് ബി ടേക്കൺ ടു ചൂസ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഫ്രം പ്ലാന്റ്സ് ദാറ്റ് ഹാവ് സുപ്പീരിയർ ക്വാളിറ്റി. നമ്മൾ തിരഞ്ഞെടുക്കുന്ന നടീൽ വസ്തുക്കളും നല്ല സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള, നല്ല ഗുണമേന്മയുള്ള ചെടികളിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇവിടെ ഒരു കോൺവെർസേഷനാണ്. രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആൾ എന്താ പറഞ്ഞത് നോക്കാം. വൗ, ദ ഗോവ ഈസ് ബിഗ്, ഇറ്റ് ഈസ് റൈപ്പ് ഓൾസോ, ക്യാൻ ഐ ഹാവ് ഇറ്റ് സ്റ്റെം കട്ടിങ് ഫോർ പ്ലാന്റിങ്. അതായത് ഗോവ എന്ന് പറഞ്ഞാൽ എന്താണ്? പേരയ്ക്ക. വലിയ പേരയ്ക്കയാണ്, അതേപോലെ നല്ല മധുരമുള്ള പേരയ്ക്കയാണ്. അപ്പോൾ ആ മറ്റേ കുട്ടീനോട് ചോദിക്കുകയാണ്, എനിക്ക് ഈ പേരയ്ക്കൻ്റെ ഒരു കമ്പ് തരുമോ കുഴിച്ചിടാൻ? അപ്പോൾ രണ്ടാമത്തെ ആൾ എന്താ പറയുന്നത്? ഷുവർ, ഐ വിൽ ഗീവ് യു ബോത്ത് ദ സ്റ്റെം കട്ടിങ് ആൻഡ് ദ ഫ്രൂട്ട്, ബട്ട് can the stem of guava plant sprout? Won't it take years for seed to grow into a tree and yield fruits?
അപ്പോൾ ആ ചുവന്ന ഡ്രസ്സിട്ട ആ കുട്ടി പറയാണ്, ഞാൻ നിനക്ക് പേരക്കയും തരാം, അതേപോലെ തന്നെ പേരക്കൻ്റെ കമ്പും തരാം. പക്ഷേങ്കിൽ 2 ഡൗട്ടാണ് ആ കുട്ടിക്ക്. അതായത് ഈ പേരക്കൻ്റെ കമ്പ് കൊണ്ട് പുതിയ പേരക്ക ചെടി ഉണ്ടാവുമോ? പിന്നെന്താണ് ചോദിച്ചത്? ഈ പേരക്കൻ്റെ സീഡ് അല്ലേ, സീഡ് കുഴിച്ചിട്ടാലും കുറേ വർഷം എടുക്കൂലേ ഈ പേരക്ക ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. വാട്ട് ക്യാൻ ബി ഡൺ ടു പ്രൊഡ്യൂസ് സാപ്ലിംഗ് ദാറ്റ് ഹാവ് ഓൾ ക്വാളിറ്റീസ് ഓഫ് ദിസ് ഗോവ പ്ലാന്റ് ആൻഡ് ക്യാൻ ബിയർ ഫ്രൂട്ട് ഇൻ എ ഷോർട്ട് സ്പാൻ. അതായത് ഈ പേരയുടെ എല്ലാ ഗുണങ്ങളുള്ളതും അതേപോലെ തന്നെ പെട്ടെന്ന് കായ്ക്കുന്നതുമായിട്ടുള്ള തൈകൾ ഉണ്ടാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസറൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഇനി അടുത്തെന്താണ് അവിടെ ചോദിച്ചത്? യു ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആർ ഫോം ത്രൂ പോളിനേഷൻ. ഇവിടെ എന്താണ് പറഞ്ഞത്? അതായത് കായ്കളും അതേപോലെ തന്നെ വിത്തുകളൊക്കെ ഉണ്ടാകുന്നത് പരാഗണം, പോളിനേഷൻ വഴിയാണെന്ന്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഈ പോളൻ എന്ത് ചെയ്യും? മെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള പോളന് വന്ന് ഈ ഫീമെയിൽ ഗാമേറ്റിലേക്ക് വന്ന് വീഴും. അങ്ങനെ എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസേഷനൊക്കെ നടന്നിട്ടാണ് അവിടെ സീഡും അതേപോലെ ഫ്രൂട്ടൊക്കെ ആയിട്ട് മാറുന്നത്. നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഡു ദ പ്ലാന്റ്സ് ദസ് ഫോംഡ് പ്രോസസ് ഓൺലി ദ ക്വാളിറ്റി ഓഫ് മദർ പ്ലാന്റ്. ഇവിടെ ചോദിച്ചതാണ്, നമ്മൾ നല്ല മധുരമുള്ള പേരക്കൊക്കെ കഴിച്ച് അതിൻ്റെ വിത്തെടുത്ത് ഉണക്കി അത് കുഴിച്ചിട്ട് മുളപ്പിച്ചാൽ അതിലുണ്ടാവുന്ന പേരക്കൊക്കെ ഈ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങൾ ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അതേപോലെ തന്നെയാണിപ്പോൾ അതിൻ്റെ കമ്പെടുത്ത് കുഴിച്ചിടുകയാണെങ്കിലും ഈ പേരക്കൻ്റെ തൈകൾ ഉണ്ടാവാൻ പ്രയാസമാണ്. അപ്പോൾ നമുക്ക് പിന്നെ എന്ത് വഴിയാണ് നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള അതേ മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പേരക്ക ഉണ്ടാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിത്തിലൂടെ സാധ്യമല്ല. അതേപോലെ തന്നെ കമ്പ് കുഴിച്ചിട്ടാലും ഇതേപോലെ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള പേരക്ക ഉണ്ടാവണമെന്നില്ല. പിന്നെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് ഇതേപോലത്തെ തൈകളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. അതിൻ്റെ പേരാണ് പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിംഗ് എന്ന് പറയും. അതായത് മാതൃസസ്യത്തിൻ്റെ പാരൻറ്റ് പ്ലാന്റിൻ്റെ അതേ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ലെയറിംഗ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു ഇപ്പോൾ പേരക്കൻ്റെ നമ്മൾ കഴിച്ച പേരക്കൻ്റെ അതേ ഗുണവും അതേ മധുരവും അതേ വലുപ്പമൊക്കെ ഉള്ള പേരക്ക കിട്ടണമെങ്കിൽ നമുക്ക് ഈ ലെയറിംഗ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് ലെയറിംഗ് എന്ന് നോക്കിക്കേ. ഇൻ പ്ലാന്റ് സജസ് ഗോവ, സപ്പോട്ട, ജാവ, ആപ്പിൾ, പിന്നെ ആൽമണ്ട് ആൻഡ് ഫിഗ് റൂട്ടിംഗ് ക്യാൻ ബി induced in the stem of mother plant. This stem with root can be cut and plant. അതായത് ഇവിടെ എന്താണ് പറഞ്ഞത്? ഈ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പേര, സപ്പോട്ട, ചാമ്പ, ബദാം, ഫിഗ് എന്ന് പറഞ്ഞാൽ അത്തി അപ്പോൾ തുടങ്ങിയ സസ്യങ്ങളിൽ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെയറിംഗ് അല്ലെങ്കിൽ പതിവയ്ക്കൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ലെയറിംഗ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 3 സ്റ്റെപ്പിലായിട്ട് പറയുന്നുണ്ട്. സ്റ്റേജ് 1 നോക്കാം. സെലക്ട് എ പെൻസിൽ സൈസ്ഡ് സ്റ്റെം ഓഫ് ദ മദർ പ്ലാന്റ്. ഇറ്റ് ഈസ് ബെറ്റർ ടു സെലക്ട് ഇറ്റ് ഫ്രം ദ മെയിൻ സ്റ്റെം. അതായത് മാതൃസസ്യത്തിൽ നിന്ന് പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കുക. പ്രധാന തടിയിൽ നിന്നുള്ളതാണ് കൂടുതൽ നല്ലത്. ഓക്കെ, അതായത് ഏറ്റവും നല്ല പെൻസിൽ തിക്കായിട്ടുള്ള ആ ചിത്രത്തിൽ കാണുന്നത് പോലെ പെൻസിൽ തിക്കായിട്ടുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കണം. അത് ഏറ്റവും നല്ലത് പ്രധാന തടിയിൽ നിന്ന് വരുന്ന ആ ഒരു കമ്പായിരിക്കണം ഏറ്റവും കൂടുതൽ അനുയോജ്യം. മേക്ക് എ കട്ട് ഓഫ് 2 to 3 centimeter length in a circular shape on the bark in between 2 nodes of the stem. അപ്പോൾ ഇവിടെ നമ്മൾ തിരഞ്ഞെടുത്ത ആ പെൻസിൽ വണ്ണമുള്ള ആ ഒരു ആ കമ്പിൻ്റെ നടുവിലായിട്ട്, ആ 2 അറ്റത്തല്ല, പകരം ആ 2 അറ്റത്തിൻ്റെയും നടുവിലായിട്ട് നമ്മളൊരു 2-3 സെൻറ്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ എന്ത് ചെയ്യണം? ചെത്തി മാറ്റാനാണ് പറഞ്ഞത്. ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ ചെറുതായിട്ടാണ്, എന്നാലും നിങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു 2ൻ്റെ ഇടയിലായിട്ട് വളയാകൃതിയിൽ, അതായത് ഇതിൻ്റെ ചുറ്റും എന്ത് ചെയ്യുക? ചെറുതായിട്ടൊന്ന് ചെത്തി മാറ്റുക. ഇനി 2ാമത്തെ സ്റ്റേജാണ് അപ്ലൈ എ സ്ലൈറ്റ്ലി വെറ്റ് മിക്സ്ചർ ഓഫ് കൊക്കോപീറ്റ്, സോയിൽ ആൻഡ് കൗ ഡങ് പൗഡർ ടു ദിസ് ഏരിയ. റാപ്പ് ദിസ് ഏരിയ വിത്ത് എ പോളിത്തീൻ ബാഗ്. വാട്ടർ ദ ഏരിയ ഇഫ് റിക്വയർഡ്. അതായത് ഇവിടെ കൊക്കോപീറ്റ് എന്ന് പറഞ്ഞാൽ ചകിരിച്ചോറ്, സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണ്,
പിന്നെ കൗഡങ് എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി. അപ്പോൾ എന്നിവയൊക്കെ ചേർത്ത് ഒരു മിക്സ്ചർ രൂപത്തിൽ ചെറിയ നനവോട് കൂടിയ ഒരു ഭാഗത്ത് വെക്കുക. എന്നിട്ട് ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, പൊതിഞ്ഞ് കിട്ടുക. ആവശ്യമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നനയ്ക്കുകയും വേണം. ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് റൂട്ട്സ് വിൽ സ്പ്രൗട്ട് ഇൻ ദ ഏരിയ ഓഫ് ലെയറിങ് വിത്തിൻ 2 months. അപ്പോൾ 2 മാസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഭാഗത്തായിട്ട് നന്നായിട്ട് വേരുകൾ വന്നിട്ടുണ്ടാവും, ചെറിയ ചെറിയ വേരുകൾ വന്നിട്ടുണ്ടാവും. കട്ട് ദ സ്റ്റെം ജസ്റ്റ് ബിലോ ദ ഏരിയ ഓഫ് ലെയറിങ് ആൻഡ് ദിസ് ക്യാൻ ബി പ്ലാന്റഡ് ഇൻ എ ഫ്ലവർ പോട്ട് ഓർ ഗ്രോ ബാഗ്. അപ്പോൾ നമ്മൾ ഈ പതി വെച്ചിട്ടുള്ള ആ ഒരു വേര് വന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട്, ആ കമ്പിൻ്റെ തൊട്ട് താഴെയായിട്ട് മുറിച്ചെടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ചെടിച്ചട്ടിയിൽ നടണം. വെൻ ഇറ്റ് സ്റ്റാർട്ട് ഗ്രോയിങ് ഇറ്റ് ക്യാൻ ബി റീപ്ലാന്റഡ് ഇൻ ദ സോയിൽ. അതായത് നമ്മളൊരു ചെടിച്ചട്ടിയിൽ ആദ്യം കുഴിച്ചിട്ട് നന്നായിട്ട് വളർന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ മാറ്റി മണ്ണിലേക്കായിട്ട് കുഴിച്ചിട്ടാൽ മതി. അപ്പോൾ ഇവിടെ എന്താണ് ലെയറിങ് എന്ന ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലെയറിങ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ്സ് ബൈ കട്ടിങ് ആൻഡ് പ്ലാന്റിങ് ദ സ്റ്റെം ഓഫ് മദർ പ്ലാന്റ് ആഫ്റ്റർ ജനറേറ്റിംഗ് റൂട്ട് ഫ്രം ഇറ്റ്. അപ്പോൾ ഇവിടെ പാരൻറ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മാതൃസസ്യം എന്ന് ഉദ്ദേശിച്ച് നമ്മൾ ഏത് പ്ലാന്റ് ആണോ സെലക്ട് ചെയ്യുന്നത്, ഇപ്പോൾ പേരയ്ക്കാണെങ്കിൽ പേരയ്ക്ക, അല്ലെങ്കിൽ സപ്പോട്ടയാണെങ്കിൽ സപ്പോട്ട. അപ്പോൾ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിക്കാണ് എന്ത് പറയുന്നത്, പതിവയ്ക്കൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലെയറിങ്. ഓക്കെ, മലയാളത്തിൽ പതിവയ്ക്കൽ എന്ന് പറയും. അപ്പോൾ അത് ചെയ്യുന്ന രീതിയാണ് ഈ മുകളിൽ തന്നിരിക്കുന്ന 3 സ്റ്റെപ്പ്. എങ്ങനെയൊക്കെ ആയിരുന്നു? നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ തിരഞ്ഞെടുത്ത ആ ചെടിൻ്റെ ഏറ്റവും പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് സെലക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ കമ്പിന് ചുറ്റുമായിട്ട് ചെറിയൊരു 2-3 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്യുക, ചുറ്റുമായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് പിന്നെ ചകിരിച്ചോറ്, കൊക്കോപീറ്റ്, പിന്നെ കൗഡങ്, സോയിൽ ഇതൊക്കെ ചേർത്ത് ചെറിയൊരു നനവോടുകൂടി ചേർത്തിട്ടൊരു മിക്സ്ചർ രൂപത്തിൽ ഉണ്ടാക്കിയ ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ പറ്റിച്ച് പിടിപ്പിക്കാം. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ അവിടെ നമ്മൾ ഇങ്ങനെ വെച്ച ശേഷം അതിൻ്റെ മുകളിൽ പോളിത്തീൻ ബാഗ് കൊണ്ട് കവർ ചെയ്യുക. അങ്ങനെ 2 മാസങ്ങൾക്ക് ശേഷം നോക്കുകയാണെങ്കിൽ അവിടെ വേര് വന്നതുപോലെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നന്നായിട്ട് വേര് വന്നിട്ടുണ്ടാകും. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കട്ട് ചെയ്തിട്ട് ആ വേരുള്ള ഭാഗം നമ്മൾ ചെടിച്ചട്ടിയിൽ കുഴിച്ചിടുന്നുണ്ട്. അങ്ങനെ ആ ചെടിച്ചട്ടിയിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പം നമ്മൾ നന്നായിട്ട് വളരുന്നത് പോലെ കാണുകയാണെങ്കിൽ അതെന്ത് ചെയ്യുക, അത് മാറ്റി സോയിലേക്ക്, മണ്ണിലേക്ക് കുഴിച്ചിടുക. അപ്പോൾ ഇത് എക്സാമിന് പലപ്പോഴുമായിട്ട് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഓർത്ത് വെക്കുക, ഈ ലെയറിങ് ചെയ്യുന്നത് പിന്നെ പേരയ്ക്ക, അതായത് ഗോവയിൽ പറ്റും, സപ്പോട്ടയിൽ പറ്റും, അതേപോലെ തന്നെ ഫിഗിൽ പറ്റും. ഇങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സ് എക്സാമ്പിളായിട്ട് ഓർത്ത് വെക്കുക. പിന്നെ ഈ ചെയ്യുന്ന രീതികളും ഓർത്ത് വെക്കുക. പിന്നെ അടുത്ത ടൈപ്പ് ഓഫ് ലെയറിംഗ് ആണ് സെർപെൻറ്റിംഗ് ലെയറിംഗ് എന്ന് പറയും. അതെങ്ങനെയാണെന്ന് നോക്കുക. ഇൻ പ്ലാന്റ്സ് ലൈക്ക് പെപ്പർ, ലെയറിംഗ് ക്യാൻ ബി ഡൺ ബൈ ബെൻഡിങ് ദ ലോങ് ബ്രാഞ്ചസ് ഇൻ ടു ദ സോയിൽ ആൻഡ് കവറിങ് ദ ബ്രാഞ്ചസ് വിത്ത് സോയിൽ അറ്റ് ഇൻ്റർവെൽ നോട്ട്സ്. അപ്പോൾ ഇവിടെ എന്താണ് സെർപെൻറ്റൈൻ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുരുമുളക് പോലുള്ള ചെടികളൊക്കെ ഉണ്ടാവും, നല്ല നീളമുള്ള ശാഖകളുള്ള ഇങ്ങനത്തെ ചെടികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മണ്ണിൻ്റെ അടിയിലേക്ക് വളച്ച് വെച്ചിട്ട് അതിൻ്റെ പല ഭാഗങ്ങളിലും പിന്നെ ഇടവിട്ട് മണ്ണിട്ട് മൂടിയിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഒരു സെർപെൻറ്റൈൻ ലെയറിംഗ് എന്ന് പറയുന്നത്. ഇൻ ദിസ് വേ മൾട്ടിപ്പിൾ സാപ്ലിങ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് സൈമുൾട്ടേനിയസ്ലി ഫ്രം എ സിംഗിൾ ബ്രാഞ്ച്. അതായത് ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരേ സമയം ഒന്നിലധികം തൈകൾ നമുക്ക് ഈ ഒരു ശാഖയിൽ നിന്ന് തന്നെ ലഭിക്കും. അപ്പോൾ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പിക്ചറിൽ പോലെ, അതായത് നമുക്ക് ഇതേപോലെ കുരുമുളക്, അതേപോലെ ബോഗൻവില്ല, കുറച്ച് നല്ല വളയ്ക്കാനൊക്കെ പറ്റുന്ന ചില ശാഖകളുണ്ടാകും. അങ്ങനത്തെ കൊമ്പുകളൊക്കെ ഉണ്ടാകും. നന്നായിട്ട് വളച്ച് നമുക്ക് മണ്ണിൻ്റെ അടിയിലോട്ട് കൊണ്ടുവരാൻ പാകത്തിനുള്ള ചില ശാഖകൾ, അതായത് നല്ല ഉറപ്പില്ലാത്ത പെട്ടെന്നൊന്നും പൊട്ടിപ്പോവാത്ത തരത്തിലുള്ള ശാഖകൾ എന്ത് ചെയ്യും, ഇതേപോലെ മണ്ണിൻ്റെ അടിയിലേക്ക് വളച്ച് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഓരോരോ നോഡ്സ് ഉണ്ടാവും. അതായത്
പുതുതായിട്ട് ഈ ഒരു വേര് മുളയ്ക്കാൻ പാകത്തിനുള്ള ഓരോരോ നോഡ്സ് ഉണ്ടാവും. അതെല്ലാം ഇങ്ങനത്തെ ശാഖകളിലും ഉണ്ടാവും. അപ്പോൾ ആ ഓരോരോ നോഡ്സിലും മണ്ണിട്ട് മൂടുകയാണ്. മണ്ണിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് മണ്ണിട്ട് മൂടുക. അപ്പോൾ ഇതിൽ ഈ ഒരു പിക്ചറിൽ ഒന്നായാണ് കാണിച്ചിരുന്നത്. പക്ഷേ ഇതേപോലെ തന്നെ എന്താണ് പല നോഡ്സിലുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ മണ്ണിട്ട്, അതായത് മണ്ണിൻ്റെ അടിയിലേക്ക് വളച്ച് വെച്ചിട്ട് അതിൽ മണ്ണിട്ട് മൂടാം. ഈ ഒരു ഡയഗ്രാം പോലെ കണ്ട. അപ്പോൾ നമുക്ക് ഒരു ശാഖയിൽ നിന്ന് തന്നെ, ഒരു ബ്രാഞ്ചിൽ തന്നെ കുറേ തൈകൾ നമുക്ക് ലഭിക്കും. ഇവിടെ എങ്ങനെ ഇത് കട്ട് ചെയ്യുക, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെയാണ് ഈ ഓരോരോ ചെടികളെ നമുക്ക് ലഭിക്കുക? അതായത് ആ വേര് വന്നതിൻ്റെ തൊട്ട് ബേക്കിലായിട്ട് നമ്മൾ കട്ട് ചെയ്യുക, ആ ഒരു കമ്പ് കട്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ മാറ്റി കുഴിച്ചിടുക. അത് ചട്ടിയിലിട്ടാണ് മാറ്റി കുഴിച്ചിടുക. എന്നിട്ട് നന്നായിട്ട് അതിൽ ഇലകളും ഒക്കെ നന്നായിട്ട് വളരുന്നതിനനുസരിച്ച് അതെന്ത് ചെയ്താൽ മതി, ആ മണ്ണിലേക്ക് മാറ്റി കുഴിച്ചിട്ടാൽ മതി. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് എത്ര തൈകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്? അതെ, 3 എണ്ണമാണ് അല്ലേ. അപ്പോൾ ആ 3 ചെടികളും ഇങ്ങനെ ഇതേപോലെ മാറ്റി കുഴിച്ചിടുക. ഇനി കുറച്ച് നന്നായിട്ട് ഈ ചട്ടിയിൽ നിന്ന് വളർന്ന് വന്നിട്ട് അത് മണ്ണിലേക്ക് മാറ്റി കുഴിച്ചിട്ടാലും മതി. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴത്ത് ഒരു ടേബിൾ കാണാം, പ്ലാന്റ് വിത്ത് ഡിഫറെൻറ്റ് ലെയറിങ് മെത്തേഡ്. അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ 2 കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് എയർ ലെയറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ ലെയറിങ് തന്നെ. അതായത് ഒരു കമ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെൻസിൽ വണ്ണമുള്ള കമ്പ് എടുത്തിട്ട് അതിൻ്റെ ചുറ്റും റൗണ്ടിലായിട്ട് ചെറുതായിട്ട് ചെത്തി മാറ്റി, പിന്നെ അതിലേക്ക് ചാണകം, അതേപോലെ തന്നെ ചകിരിച്ചോറ്, പിന്നെ മണ്ണൊക്കെ ഒരു വെള്ളം ചേർത്ത് കുഴച്ച് ആ രീതിയാണ് എയർ ലെയറിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതും അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സെർപ്പൻറ്റൈൻ ലെയറിങ്, നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ആ കാര്യം. അപ്പോൾ ഇതിൽ രണ്ടിലും ഏതൊക്കെ ചെടികൾ ഇതേപോലെ ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ച് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എയർ ലെയറിങ്ങിൽ വരുന്നതാണ് ഗോവ നമുക്ക് ചെയ്യാം. പിന്നെ കാഷ്യൂ ട്രീ, അതായത് കശുമാവ്, പിന്നെ സപ്പോട്ട, പിന്നെ റോസ്, ജാവ ആപ്പിൾ എന്ന് പറഞ്ഞാൽ ചാമ്പ, പിന്നെ ഫിഗ്, അത്തി, ആൽമണ്ട്, ബദാം. പിന്നെ സെർപ്പൻറ്റൈൻ ലെയറിങ്ങിൽ വരുന്നതാണ് ബോഗൻവില്ല, പിന്നെ ജാസ്മിൻ, അതായത് മുല്ല, പിന്നെ ബെറ്റൽ, അതായത് വെറ്റില, പെപ്പർ, കുരുമുളക്, ഗ്രേപ്സ്, മുന്തിരി, പിന്നെ ക്രൈസാന്തേമം എന്ന് പറഞ്ഞാൽ ജമന്തിയാണ്. അപ്പോൾ ഈ 2 തരം ലെയറിങ്ങിൻ്റെയും, എയർ ലെയറിങ്ങും അതേപോലെ സെർപ്പൻറ്റൈൻ ലെയറിങ്ങിൻ്റെയും എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. ഓക്കെ, എക്സാമിനൊക്കെ പലപ്പോഴുമായിട്ട് ചോദിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇത്രയേ എടുക്കുന്നുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, എക്സാമിനൊക്കെ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് എടുത്തത്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് പറഞ്ഞത് ലെയറിങ് എന്താണെന്നായിരുന്നു. ലെയറിങ് എന്ന് പറഞ്ഞാൽ മദർ പ്ലാന്റ്. ഓക്കെ, മദർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മാതൃസസ്യം. നമ്മൾ ഏത് ചെടിയാണോ തിരഞ്ഞെടുക്കുന്നത് ആ സസ്യത്തിൻ്റെ കമ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പിൽ തന്നെ നമ്മൾ മറ്റൊരു ചെടി വേര് മുളപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വേര് മുളപ്പിച്ചിട്ട് മാറ്റിക്കുഴിച്ചിടുന്ന രീതിക്കാണ് നമ്മൾ ലെയറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലെയറിങ് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? മാതൃസസ്യത്തിൻ്റെ അതേ ക്വാളിറ്റി തന്നെയായിരിക്കും ഇനി ഉണ്ടാവുന്ന സാപ്ലിങ്സ് അല്ലെങ്കിൽ തൈകൾക്ക് ഉണ്ടാവുന്നത്. ഈ ലെയറിങ് എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ? നമുക്ക് നന്നായിട്ട് അറിയാം എന്താണത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. കാരണം ഒരു കമ്പ് കൊണ്ടാണ്, അല്ലെങ്കിൽ കമ്പിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ്. ഓക്കെ, പിന്നെ അതേപോലെ ഈ ലെയറിങ്ങിൽ വരുന്നതാണ് 2 തരത്തിൽ, ഒന്ന് എയർ ലെയറിങ്ങും അതേപോലെ തന്നെ സെർപ്പൻറ്റൈൻ ലെയറിങ് എന്നും. അപ്പോൾ ഈ 2 ലെയറിങ്ങും എന്താണെന്നും അതേപോലെ തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ചെറിയൊരു ഭാഗം കൂടിയുണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയാണ് ഈ ലെയറിങ്ങിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞത്. താഴെ കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലെയറിങ്ങിൻ്റെ പെക്യുലാരിറ്റീസ് ആണ്. അപ്പോൾ അതിൽ ഡിസ്അഡ്വാൻറ്റേജും വരുന്നുണ്ട്, അഡ്വാൻറ്റേജും വരുന്നുണ്ട്, ഗുണം വരുന്നുണ്ട്, ദോഷവും വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പോയിൻ്റാണ് പൊസസ് ദ ക്വാളിറ്റി ഓഫ് മദർ പ്ലാന്റ്, അതായത് മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങളുണ്ടാകും. ആ മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ലെയറിങ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണ്, ഗുണമാണോ ദോഷമാണോ? ഗുണമാണ്, അതായത് അഡ്വാൻറ്റേജ് ആണ്. ഇനി സ്മോൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ, അതായത് ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും എന്തായിരിക്കും, കുറവായിരിക്കും. കുറഞ്ഞ ലൈഫ് സ്പാൻ മാത്രമേ ഇതിനുണ്ടായിരിക്കുന്നുള്ളൂ. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, ദോഷമാണ്. പിന്നെ ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്, വേഗത്തിൽ തന്നെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് ആവശ്യമല്ലേ. അതായത് പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടിയിൽ കായകളൊക്കെ ഉണ്ടാവണം. അപ്പോൾ അതെന്താണ്, ഒരു അഡ്വാൻറ്റേജ് ആണ്, ഗുണമാണ്. പിന്നെ ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം,
തായ് വേരുപടം ഉണ്ടായിരിക്കില്ല. അതായത് തായ് വേരുപടം ഉണ്ടായിരിക്കുന്നില്ല എന്നുള്ളത് അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതായത് നന്നായിട്ടുള്ള കാറ്റും മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ റിക്വയർഡ് മോർ കെയർ, അതായത് കൂടുതൽ പരിചരണം ആവശ്യമാണ്. അതെന്താണ്, ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇതിന് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്താൽ മാത്രമേ ഇത് നന്നായിട്ട് ഉണ്ടാവുകയുള്ളൂ. അതൊരെന്താണ്, ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നിങ്ങൾ തരം തിരിച്ച് എഴുതുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്